നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കാണിക്കുന്നതേ 200 പിക്കനി അറ്റ് 200. ഏത് സാരി എടുത്താലും 200 രൂപ 200 രൂപ 200 രൂപ വരുന്നില്ലേ. ഇതിനകത്ത് പല ടൈപ്പ് സാരി ഉണ്ട്. മജോറിറ്റി ഷിഫോൺ ജോർജറ്റാണ്. ഇതിന് റിട്ടേൺ ഇല്ല. ഞാനിത് ഓൾറെഡി ഈ ഡിസൈൻ സാരിയല്ല, ഇങ്ങനെ ഈ 200 റുപ്പീസിൻ്റെ സാരി ഓൾറെഡി 2-3 തവണ കാണിച്ചു കഴിഞ്ഞു. ഭയങ്കര ആവശ്യക്കാരാണ് അവർ. സത്യം പറഞ്ഞാൽ ഞാനിത് ഇപ്പോഴെങ്ങും കാണിക്കാതിരുന്നതല്ല, ക്രിസ്മസിൻ്റെ ഇടയ്ക്ക് കയറി ഇത് കാണിക്കാതിരുന്നതല്ല. ആൾക്കാരുടെ ചോദ്യം കൊണ്ട് മാത്രം കാണിക്കുന്നതാ. ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഇത് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം ഇതിന് ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ നമ്മൾ ഒരു കാരണവശാലും ഇത് റിട്ടേൺ എടുക്കുന്നില്ല. കാരണം ഇവരും 200 രൂപയേ ഉള്ളൂ. ഇതിന് റിട്ടേൺ എടുക്കാനും റീഫണ്ട് ചെയ്യാനും സാധ്യമല്ല. നിങ്ങൾക്ക് 100% ഷുവർട്ടി ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഒരു കാരണവശാലും ആരെയും കമ്പൽ ചെയ്ത് ഇത് എടുപ്പിക്കുന്നില്ല. ഇത് വേണ്ട ആൾക്കാർ ധാരാളമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒന്നും ഓർക്കില്ല കേട്ടോ. ഞാൻ ആരെയും കമ്പൽ ചെയ്ത് എടുപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് 100% ഷുവർട്ടി ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളുടെ പൂർണ്ണ മനസ്സോടെ എടുക്കാൻ എടുത്തേച്ചാൽ മതി. ഇതൊരു കാരണവശാലും റിട്ടേണോ എക്സ്ചേഞ്ചോ അറ്റ് എനി കോസ്റ്റ് എടുക്കില്ല. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ ബുക്കിങ്ങിന് ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. ഈ കണ്ടോണ്ടിരിക്കുമ്പോൾ വീഡിയോയുടെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കും. 200 രൂപയുടെ സാരി അല്ലേ ഉള്ളൂ, ഇപ്പോൾ 5 എണ്ണം ആണെങ്കിലും 1000 രൂപ അല്ലേ ആവുള്ളൂ എന്നോർത്ത്. എന്നിട്ടുണ്ടല്ലോ 20 എണ്ണമാണ്, 20 എണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചിട്ട് ഇതിലേതുണ്ടെന്ന് ചോദിക്കരുത്. നിങ്ങൾക്ക് 5 എണ്ണം വാങ്ങിക്കാനാണ് നിങ്ങൾ ആദ്യം ഇഷ്ടപ്പെട്ട 5 എണ്ണത്തിൻ്റെ ഫോട്ടോ അയക്കുക. എന്നിട്ട് അതിനകത്ത് ഇല്ലെങ്കിൽ വീണ്ടും അടുത്തതായി അങ്ങനെ അയക്കാവുള്ളൂ കേട്ടോ. അത് ഇതിൻ്റെ ഒരു അപേക്ഷയാണ്, വേറെ ഒന്നുമല്ല. ഭയങ്കര പാടാണ് ഇത്. അതുപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരാളുടെ മറുപടി പറയാൻ തന്നെ ഒത്തിരി സമയം എടുക്കുക. നമ്മളിത് നമ്പർ നോക്കി ഉണ്ടോ നോക്കി പോകുന്നുണ്ടേ. അതുകൊണ്ട് ഒന്നും പറ്റുമെങ്കിൽ 5 എണ്ണം എടുക്കാനുള്ളവരാണ് 5 എണ്ണത്തിൻ്റെ അടിക്ക്, 1 എണ്ണം എടുക്കാനുള്ളവരാണ് ഒരു 3 എണ്ണത്തിൻ്റെ അടിക്ക്. അത് കഴിഞ്ഞ് അടുത്ത 3 എണ്ണം വെച്ചോ. ആദ്യത്തെ സാരിയുടെ ഇത് നല്ല സാരികളാണ്. ഇതിനകത്ത് ചിലതിന് ബ്ലൗസ് ഉണ്ട്, ചിലതിന് ബ്ലൗസ് ഇല്ല. ഞാൻ അങ്ങനെ ഓരോന്നും വേർതിരിച്ച് പറയുന്നില്ല. ബ്ലൗസ് ഉണ്ടെങ്കിൽ വിത്ത് ബ്ലൗസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇല്ല. ഇത് നല്ല ജോർജറ്റ് സാരി, അടിപൊളി സാരിയാണ്. 200 രൂപയ്ക്ക് നിങ്ങൾക്കിത് ലോട്ടറി അടിച്ച പോലത്തെ ലാഭമാണ്. സത്യം ഞാൻ പറയാം. ഞാൻ ഈ സാരിയൊന്നും പലതും നോക്കത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷേ നമുക്കിതിപ്പം നമ്മുടെ ഇവിടെ വന്ന് തന്നിരുന്ന സാരികളൊക്കെ തന്നെയാണ്. എല്ലായിടത്തും നോർത്തൊന്നും നോക്കാൻ നമുക്ക് നേരം കിട്ടത്തില്ല. നല്ല സാരിയാണ്, ഒരേ സാരിക്കായിരിക്കും. പിന്നെ ഇതിനകത്ത് ഇതെല്ലാം യൂണിക് പീസസ് ആണ്. ഒരെണ്ണത്തിന് ഒരു പീസും കൂടെ ഇല്ല. നമ്മൾ സാധാരണഗതിക്ക് വീഡിയോ കാണിക്കുമ്പോൾ ഉള്ള പോലെ ഒരെണ്ണത്തിന് ഒന്നിലധികം പീസോ 10 പീസോ 20 പീസോ ഒന്നുമില്ല. ഒട്ടുള്ള 1 പീസ്. വേഗം കാണിച്ചു പോവാം. ഈ കാണിക്കാൻ സത്യം പറയും 100 സാരി ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നത് 30 മാത്രമേ ഏതാണ്ട് കാണിക്കുന്നുള്ളൂ. അത് തന്നെ കാണിച്ചു കിലോ എന്ന് പറയത്തില്ല, കണ്ടില്ല. ഞാനത് 2ാമത്തെ വീഡിയോ ആണ് ഇന്ന്. മടുത്ത് ഞാൻ എടുത്തത്. ഇത് ബ്ലൗസ് ഉണ്ടോയെന്നും അറിയത്തില്ല. ചിലതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്, ചിലതിന് വിത്ത് ബ്ലൗസ് ഇല്ല കേട്ടോ. ഇത് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾഡിങ് ഏതായാലും ഇങ്ങനെ ആയതുകൊണ്ട് നന്നായി. തിരിച്ചാണ് കാണിക്കും, തിരിച്ചാന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെയാണ് അതല്ലേ, മുന്താണി ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇതാ ഇങ്ങനെയാണ് ഈ സാരിയെ തന്നെ. ഇത് കണ്ടോ, ബോർഡറിന് ഒരു ചെറിയ സ്റ്റോൺ വർക്കുണ്ട്. അങ്ങനെ കാണത്തില്ലേ? കാണാൻ പറ്റുന്നു? എനിക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ത്രെഡ് ചെയ്തിട്ടേ സ്റ്റോൺ ആണോ സീക്വൻസ് ആണോ അറിയത്തില്ല. എന്ത് സാരിയാണ് മഞ്ഞക്കളി? എനിക്കിപ്പോൾ മഞ്ഞക്കളർ തന്നെ ഇഷ്ടമാണെന്നറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ മഞ്ഞക്കളർ ഇപ്പം നല്ല ഹിറ്റാണല്ലോ. സാരി കാണിച്ചേ അടുത്തു കുറേ സമയമായിട്ട്. 2-3 ദിവസം വീഡിയോ ഇല്ലാതിരുന്നിട്ട് ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയുടെ വേട്ടയാണ് ഒരു ദിവസം തന്നെ. നമുക്ക് കാണിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല, ഇങ്ങനെ മേടിക്കുമല്ലേ.
മഞ്ഞയും ഇതിനിപ്പോൾ മഞ്ഞ ബ്ലൗസോ മഞ്ഞ തന്നെ ബ്ലൗസോ മെറൂൺ ബ്ലൗസോ അതിൽ ഒത്തിരി കളറുകളുണ്ട്. അതൊക്കെ ഏത് വേണമെങ്കിലും ഇടാം, നല്ല രസമായിരിക്കും. ഇതിന് ഇനി ഫോട്ടോയും കൂടി ഇട്ട് കാണിക്കാൻ പറയരുത് കേട്ടോ, കാണിക്കത്തില്ലേ, വേറെ ഒന്നും ഓർക്കരുത്. നിങ്ങൾ ഫോട്ടോ കാണിക്കാൻ പറയുന്നതിന് മുന്നേ ഇത് തീരും, ഫോട്ടോ എടുത്ത് വരുന്നതിന് മുന്നേ ഇത് തീരും. ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, സത്യമായിട്ടും പറയുന്ന കാര്യം. ഞാൻ ജാട അടിക്കേണ്ട ഒരു കാര്യമില്ല ഇതിനകത്ത്. ഇപ്പം 200 രൂപയുടെ ഒരു സാരി വിറ്റാൽ എത്ര രൂപ നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ ബിസിനസ് ആകുമ്പോൾ അങ്ങനെയുള്ള എല്ലാ സമയത്തും നമ്മൾ പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ പോരല്ലോ, വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇല്ലേ. ബിസിനസ് ആകുമ്പോൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ, എല്ലാ ലൈഫിൽ എപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ. എല്ലാ കാര്യത്തിനും ലാഭം മാത്രം നോക്കിയല്ലല്ലോ ചെയ്യുന്നത്. എന്തെല്ലാം വിട്ട് വീഴ്ചകളും പോട്ടെ എന്നൊക്കെ വെച്ചാലൊക്കെയാ അല്ലേ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുക. അങ്ങനെ വിചാരിക്കാത്തവർക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും. ഇപ്പം നോക്കിയാലും മനസ്സിനൊരു ഇതായിരിക്കും. വിട്ടുവീഴ്ചകൾ ചെയ്യാൻ മനസ്സില്ലാതിരിക്കുക എന്ന് പറയും. നല്ല ക്രീമും പീച്ചും കൂടെ ചേർന്ന ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളർ അല്ലേ ഇത്. ഈ സാരി കാണിക്കുന്നതിലും എനിക്ക് പ്രശ്നം ഇത് കാണിക്കുന്നതോ മറ്റൊന്നും അല്ല. ഇത് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേന് ഭയങ്കര പാടാ. ഇത് തന്നെ വരുന്ന എൻക്വയറിക്കകത്ത് മുഴുവൻ ഇത് തന്നെ. അതാണ് പ്രശ്നം. കുറച്ച് ദിവസത്തിന് മറ്റു സാരിയൊന്നും ആർക്കും വേണ്ടാത്ത പോലെയാണ്. ഞാൻ പറയും ഇത് കാണിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തിന് വീഡിയോ ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു വലിയൊരു സെക്ഷൻ ഇപ്പോൾ ഒരു 10-30 എണ്ണം കൂടി ഇനി കാണും. ഇന്ന് കാണിക്കാത്ത കേട്ടോ. ഇതൊരു സിൽക്കി ആയിട്ടുള്ള സാറ്റിൻ ബോർഡർ വരുന്ന സാരി കേട്ടോ. സെമി സിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ സ്റ്റഫ് ബോർഡർ ഉണ്ടോ, സാറ്റിനാണ്, സാറ്റിൻ്റെ ഒരു ഇത് വരുന്നത്. മുകളിലും അതെ താഴെ അതെ. ഇനി പുതിയ കുർത്തിയും കൂടെ കാണിക്കണം എന്നൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ ഓർത്താണ് ഞാൻ നടക്കുന്നത്. നടക്കുമെന്നറിയില്ല. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? കാഞ്ഞിരപ്പള്ളി മഴയാണ്. എപ്പോൾ പെയ്യും, ഇപ്പോൾ പെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെയ്യും. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം ഏതാണെന്നറിയോ? കാഞ്ഞിരപ്പള്ളി. ചിറാപ്പുഞ്ചി എന്നല്ല. പണ്ടും കണ്ട് സ്കൂളിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ. സ്കൂളിൽ പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ചോദ്യമല്ലായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. അതൊക്കെ പോയി. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയാണ്. നല്ല വയലറ്റ് സാരി അല്ലേ, നല്ല സാരി കേട്ടോ. ചുമ്മാ റഫായിട്ട് എടുക്കാനായിട്ടേ ഇപ്പോഴും മാറണം. ഇനി എന്നാ അടുത്തത് കാണിക്കാനാണോ എൻ്റെ അപ്പ? ഇത് കഴിയട്ടെ, നമുക്ക് കുറച്ച് ആംഗ്യ ഭാഷ. ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരണം. എന്നിട്ട് നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് എല്ലാം ഇവിടെ വെളിവാക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്ന് പറയുന്ന ആക്ഷനും റിയാക്ഷനും ഒന്നും എനിക്ക് പറ്റത്തില്ല. ഇതിങ്ങനെ ഓടിച്ചിട്ട് ഇരിക്കണം. ഇത് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് കേട്ടോ. എന്ത് ചേച്ചിമാരാ കടയിൽ വരുന്നതെന്നറിയോ? സത്യമായിട്ട് ഞാൻ പറയാം. ഞാൻ വരുമ്പോഴേ ഞാൻ ഉണ്ടോന്ന് ചോദിക്കുമെന്ന് പറയും. കഴിഞ്ഞ ദിവസം ചേച്ചി വന്നിട്ട് പറയാം, പിടികൊട്ടാപ്പുള്ളിയെ കിട്ടി. എന്ന് വന്നാലും എന്നെ കാണാൻ വേണ്ടി വരും, എന്ന് വന്നാലും ഞാനില്ല. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മെഴുങ്ങസിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ മെഴുങ്ങസിയാന്ന് ഇപ്പം അതുപോലെ പിടികിട്ടാൻ പുള്ളിയെ കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ഓൺലൈൻ കസ്റ്റമർ ആയിരിക്കും എന്ന് മനസ്സിലായേ. അല്ല, പിടികിട്ടാപ്പുള്ളിയെ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ അവൾ കേൾക്കുന്നവർക്കല്ലേ. പക്ഷെ ഈ സ്നേഹം കൊണ്ടാട്ടോ എൻ്റെ പൊന്നെ, ഒന്നും പറയട്ടെ. അവരുടെയൊക്കെ സ്നേഹം ദൈവം എനിക്ക് ആ കാര്യത്തിൽ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുക. നമ്മളെ അറിയത്തില്ലാത്ത ഞാൻ അറിയത്തില്ലാത്ത ആൾക്കാർ ഒത്തിരി പേര് എന്നെ ഇഷ്ടമുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കേൾക്കുക എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ ഒരു ജന്മത്തിലൊരു അനുഗ്രഹം ദൈവം തരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തവർ നമ്മളെ എവിടെയോ കാണാൻ പറയത്തിരുന്ന് സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, നല്ല കാര്യങ്ങൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തത് ഇങ്ങനൊരു ബോർഡർ, നല്ല ഗ്രീൻ ഷെയ്ഡ്. ബ്ലൂ, ലൈറ്റ് ബ്ലൂ.
മുന്താണുണ്ടോ ഇതല്ലേ? എന്നാ നല്ല സാരിയാണ് നോക്ക്. രസമാണ് അതിൻ്റെ പ്രിന്റുകൾ കാണാൻ. ഉടുക്കാനും കൊണ്ടു നടക്കാനും എല്ലാം എളുപ്പം. ഇച്ചിരി മോഡേൺ ആക്കണമെങ്കിൽ വെള്ള ബ്ലൗസ് ഇട്ടാൽ മതി. വെള്ള ബ്ലൗസ് ഇടുമ്പോൾ വേറെ ലുക്കല്ലേ നമുക്ക്. ഇട്ട് നോക്കിക്കേ. ചിലർക്ക് ഇപ്പോഴും വെള്ള ബ്ലൗസ് വന്നു. ഞാൻ കഴിഞ്ഞ സാധനങ്ങളുടെ ഒരു കാര്യം ബ്ലൗസോ ഡ്രസ്സ് കിട്ടും. ഇട്ട് നോക്കണം, എന്നിട്ട് വേണം പറയാൻ. അല്ലേ? അങ്ങനെയല്ലേ? ചിലരോട് ചോദിക്കുകയില്ലേ, എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ പറയും, ഓ മഴക്കാലം കഴിയട്ടെ, മഴയൊക്കെ ഇല്ലേ, എന്നാ പറഞ്ഞാലും മഴയില്ല. വെയിലത്ത് ചോദിച്ചാൽ പറയും, ഓ അപ്പടി വെയിലല്ലേ. എന്നാ പിന്നെ മഴയും വെയിലും കഴിയട്ടെ എന്ന് പറയും. റോസ് കളർ കേട്ടോ, നല്ല റോസ് കളർ. റോസ് കളർ കാണുമ്പോൾ ആരെയും എനിക്ക് ഓർമ്മ വരുന്നത് പറയാം. അമ്മച്ചിയെ ഒരു ക്രേപ്പിൻ്റെ ഒക്കെ ഒരു പോലെ ഒരു ചെറിയൊരു പരിവരിപ്പുണ്ട്. പരിവരിപ്പ് മീൻസ് ക്രേപ്പ് ഇങ്ങനെ മേത്തോട്ട് വീണ് കിടക്കരുതെന്ന് പറയാം. അത്ര അങ്ങനെ വലിയ ക്രേപ്പൊന്നും അല്ല കേട്ടോ. ക്രേപ്പൊന്നും കയറി തെറ്റിദ്ധരിച്ചേക്കല്ലേ. ക്രേപ്പിനൊക്കെ ഭയങ്കര നല്ല റേറ്റ് ആവും, നല്ല ഒറിജിനൽ ക്രേപ്പ് വരുമ്പോൾ. നമ്മളിപ്പോൾ ഷോൾ എടുത്തേ, പ്യുവർ ക്രേപ്പിൻ്റെ ഷോളിന് പോലും റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. അപ്പം ഞാൻ ക്രേപ്പെന്നൊക്കെ ചാടി പറഞ്ഞു കഴിഞ്ഞിട്ടേ പകുതി കേട്ടിട്ട് ഈ വീഡിയോ സ്കിപ്പാക്കി പോകുന്ന ആൾക്കാരെ എനിക്ക് പേടി. ക്രേപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഒറ്റ സ്കിപ്പ് കൊടുക്കുന്നത്. അന്നേരത്തേനും അയ്യോ ക്രേപ്പാന്ന് പറഞ്ഞിട്ട് ഇതാണോ വന്നേന്ന് പറയും. എല്ലാം തന്നെ ഷിഫോണും ജോർജറ്റും കേട്ടോ. ചിലത് ജോർജറ്റ്, ചിലത് ഷിഫോൺ. ₹200 ഈ സാരി എന്നാന്ന് പറഞ്ഞാൽ ഒരു ശതമാനം നിങ്ങൾക്ക് നഷ്ടമില്ല കേട്ടോ. ഞാൻ ശരിക്കും പറയുവാണേ. പിന്നെ ഈ പറഞ്ഞ പോലെ കിട്ട് നമ്മൾ ആലോചിച്ച് പിടിച്ച് വരുമ്പോൾ അല്ല, ഓരോരുത്തരെല്ലാം വീഡിയോ ഇപ്പം ഞായറാഴ്ച ദിവസം വീഡിയോ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒക്കെ കണ്ടുവരുമ്പോഴത്തേനും അത് തീരും. എന്നിട്ട് എന്നോട് ഞാനന്നോർത്താണ് ഇപ്പുറത്ത് വീഡിയോ ബുക്കിംഗ് ഇരിക്കുന്ന ഞാനന്നോർത്ത് ഭയങ്കര പരിതാപങ്ങളൊക്കെ കേൾക്കാം. എൻ്റെ വിദ്യേ നോക്കുമ്പോൾ എന്താണ് നല്ലൊരു കളറല്ലേ. ഇതൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ഇങ്ങനെ ഒറ്റ കളറുള്ളത് തന്നെ എടുക്കണമെന്നറിയോ. ഇത് സാരി കൊടുക്കുന്നില്ലെങ്കിൽ അനാർക്കലി ചുരിദാറില്ലേ, അനാർക്കലി പാനൽ കട്ടൊക്കെ തയ്ക്കാൻ അറിയാമെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ തയ്ക്കണേ. ഫുൾ സ്ലീവ് വെക്കണം. കയ്യിൽ ഇവിടം വരെ ഫുൾ സ്ലീവ് വെക്കണം. കയ്യിൽ ഇവിടെ ബട്ടനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് ഈ ഒരു കളറ് ബോട്ടോ ഷോളും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഷോള് ചുമ്മാ നല്ല വൈഡായിട്ട് നെക്കൊക്കെ വെട്ടി ഇറക്കിയിട്ടേ ഷോള് ചുമ്മാ ചുറ്റി ഇട്ടാൽ മതി. അതൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. എന്നാ ഉണ്ട് റേറ്റ്? പിന്നെ തയ്ക്കുന്നത് റേറ്റ് ₹200 തയ്ച്ച് കിട്ടത്തില്ല. സാരി ₹200 കിട്ടും. ഇത് വേറെന്താ സാധനമാണല്ലോ. എല്ലാം കയറ്റി ₹200 വെച്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ? ഇത് നിറച്ച് അയ്യോ ഇത് നിറച്ച് പോയി. സെപ്പറേറ്റ് ഇത് ആപ്ലിക്ക് വർക്ക് ചെയ്തേക്കുന്ന പോലെ ഇങ്ങനെ അടിച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രിന്റ് അല്ല, ഇത് കണ്ടോ? ഇതിങ്ങനെ അടിച്ച് പിടിപ്പിച്ചിരിക്കുക ബോർഡർ. ₹200 ഇത് ഞാൻ കണ്ടാലും ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു ഇതിനകത്ത് വെക്കാൻ. സത്യം പറയുക ₹200 പോയെങ്കിലുണ്ടല്ലോ നമുക്ക് നഷ്ടമാണ്. ഇതാ സാരി ഡബിൾ ഷെയ്ഡാണ്. ഡബിൾ ഷെയ്ഡ് എന്ന 2 ഇതിലാണ്. ബോർഡർ 2 സൈഡിലത്തെയും ബോർഡർ വേറെ സെപ്പറേറ്റ് ഈ ആപ്ലിക്ക് വർക്ക് ചെയ്യുന്ന പോലെ അടിച്ച് ചെയ്തിരിക്കുക. ഇത് ബ്ലൗസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇല്ല അല്ലേ? അതുകൊണ്ടായിരിക്കും അതിന് ₹200 എടുത്ത് വെച്ച്. നല്ല ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ്.
ഞാൻ എല്ലാ സാരി കണ്ണാടിയെ നോക്കി നിന്നുണ്ടാവും. കണ്ണാടിയുണ്ട് എൻ്റെ ഫ്രണ്ടിൽ, ഒരു വലിയ കണ്ണാടി, ഒരാന കണ്ണാടി, എൻ്റെ 5 ഇരട്ടിയുള്ള ഒരു കണ്ണാടി എനിക്ക് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നു. ഇത് നിറച്ച് സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൈയുടെ തോളില്ലേ വേദനിച്ചൊടിയുന്നു. ഇപ്പൊ തുടങ്ങിയ പരിപാടിയല്ല, മോഡൽ സാരി തൊട്ട് തുടങ്ങിയതാ. പിന്നെ ഒരു വാശിയാ, എടുത്തിട്ടേ ഇറങ്ങുന്നു. എനിക്ക് അങ്ങനത്തെ കുറെ സോക്കേടെന്ന് പറയാവില്ല, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പറയട്ടോ. കുറെ കുഴപ്പങ്ങളുണ്ടേ. ഒരു കാര്യം വിചാരിച്ചാൽ നടത്തണം, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടും. നടത്തിയിരിക്കുന്നത് നല്ല ചില കാര്യങ്ങളിൽ നല്ലതാ, ചില സന്ദർഭങ്ങളിൽ അങ്ങനത്തെ ഇത് നല്ലതാ, ചില സന്ദർഭങ്ങളിൽ അത് കൊള്ളത്തില്ല. നമ്മൾ വിചാരിക്കുന്നിടം, നമ്മൾ പിടിക്കുന്നിടം നടക്കണം എന്ന് വിചാരിച്ചാലേ വാശിയ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ FM റേഡിയോയ്ക്കകത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് പെണ്ണിടം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ ഒരു ചെറിയ ടോക്കുണ്ടേ. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംഭവം, വാശിയെ പറ്റി ഞാൻ പറഞ്ഞത്. നല്ല വാശിയുണ്ട്, ചീത്ത വാശിയുണ്ട്. നല്ല വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണെങ്കിൽ കരിയറിൽ അങ്ങനെയൊക്കെ ജയിച്ച് മുന്നേറും, എന്ത് പ്രതിബന്ധം ഉണ്ടായാലും നമ്മളതിനെ അതിജീവിക്കും എന്നുള്ള ഒരു വാശി. വേറൊരു വാശി, അത് നല്ല വാശി. വേറൊരു വാശിയുണ്ട്, ചുമ്മാ തർക്കിക്കുക, മത്സരിക്കുക, വാശി കാണിച്ച് പിണങ്ങിയിരിക്കുക, ഒരു വാശി കാണിച്ചങ്ങ് നടക്കുക. അത് മനുഷ്യനെ നശിപ്പിക്കത്തേ ഉള്ളൂ. തോറ്റു കൊടുക്കുമ്പോഴാണ് നമ്മൾ ജയിക്കും. അത് ആർക്കും അറിയത്തില്ല. പലർക്കും അത് തെറ്റിദ്ധാരണയുണ്ട്. തോറ്റു കൊടുക്കുമ്പോഴാണ് നമ്മൾ ജയിക്കും. എന്താ ഒരു കുഞ്ഞം ഉറങ്ങിപ്പോയോ? പോത്തിന്റെ ചെവി വേദം ഓതുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാ ഇപ്പൊ ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. എന്നെ പോത്തെന്ന് വിളിച്ചില്ലേ, പക്ഷെ ഞാനാണ് ഇപ്പൊ പോത്തിന്റെ ചെവിയിൽ വേദം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഉറങ്ങിപ്പോകും നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ. എനിക്ക് വാശിയില്ലെന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. ശരീരത്തിന് ഞാൻ പറവർത്തിക്കും. എന്നെ പോത്തെന്ന് വിളിച്ച സാധനങ്ങളെ ഞാൻ പോത്താമേ. പോത്തിനെ എനിക്ക് അതൊന്നും പറയുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ ഭൂമിയിലൊരു ജീവിയല്ലേ. ഈ പറയുന്ന അയ്യോ നല്ല രസമല്ലേ, ഈ ഒരു കളർ ബ്ലൗസും കൂടി ഒക്കെ ഇട്ട് എന്ത് രസമായിരിക്കും. നിങ്ങൾ എന്തിനാ എടുക്കണം? ഇങ്ങനത്തെ സിമ്പിൾ സാരി ആണെങ്കിൽ നമുക്ക് വെറും 200 രൂപയുടെ സാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യം 200 രൂപയുടെ സാരി ആണെങ്കിലും നമുക്ക് നല്ല അതിനെ പകിട്ടാക്കാം. ഈ കളർ ഒരു സ്റ്റഡ്, നല്ല സ്റ്റഡ് ഇടുക, നല്ല മുത്ത് പോലത്തെ സ്റ്റഡ്. ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട, നിങ്ങൾക്കാർക്കും അറിയാം. ഞാൻ ചുമ്മാ പറയുന്ന കേട്ടോ. ചിലർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അതുകൊണ്ട് ഒരു ഇത് കിട്ടിക്കോട്ടെ. പിന്നെ എന്നിട്ട് അതിന് ചേർന്നൊരു പെളുമാലയോ മുത്തും. പെളുമാല വിട്ടിട്ട് കേസില്ലെന്ന് ഇപ്പം പറയും. പക്ഷെ ഒന്ന് അങ്ങനെ ഒന്ന് നോക്കിക്കേ, വേറൊരു ഗെറ്റപ്പ് ആവും നമുക്ക്. ചുമ്മാ ഈ സാരി എടുത്ത് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ബ്ലൗസ് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് 200 രൂപയുടെ സാരി ചെയ്യുള്ളൂ. പക്ഷേ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പേളെന്ന് പറഞ്ഞാൽ പ്യൂർ ഹൈദരാബാദ് പേളൊന്നും പോയി മേടിക്കണമെന്നൊന്നും ഇല്ല. കടയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഉത്സവ സീസണൊക്കെ അല്ലേ, ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ വെച്ചുമണിക്കട വരും. അയ്യ അവിടുന്ന് അത് വേണ്ട, അതിന് നമുക്ക് കറക്റ്റ് ഉള്ളത് ഇത് വാങ്ങിച്ചോ കേട്ടോ. കാരണം അങ്ങനെ പറയരുത്, അത് വിട്ടുകൊണ്ട് ജീവിക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്. ഇതിന് മുൻഗണനയുണ്ടോ? അവിടെ നീ പോത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് ക്രിസ്മസിന് കറക്റ്റ് സാരി കേട്ടോ. പച്ചയും ഇതുണ്ട്. ഇതിനിങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, വർക്കൊക്കെ ചെയ്തിട്ടുണ്ടേ. നമുക്ക് ആപ്ലിക് വർക്ക്, സീക്വൻസ് വർക്ക് എന്നൊക്കെ കണ്ടമാനം ഓവറായിട്ടില്ലാതെ നിറച്ചുണ്ട് ബുട്ടാ പോലെ ഫുള്ള്. ഫംഗ്ഷന്മാരാക്കി മാറ്റാം അല്ലേ. നല്ല മിടുക്കുള്ള കഴിവുള്ള ആൾക്കാരുടെ കയ്യിലോട്ടൊക്കെ കൊടുത്താൽ മതി. നല്ല ഡിസൈനിങ് ഒക്കെ അറിയാവുന്ന ഒരു പെൺപിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, മരുമക്കളൊക്കെ ഉണ്ടെങ്കിലേ. എൻ്റെ വീട്ടിലൊരു പെങ്കൊച്ച് വരുന്നു, ഫാഷൻ ഡിസൈനറായാൽ മതിയെന്നേ ഉള്ളൂ. എനിക്കാണെങ്കിൽ എൻ്റെ ചെറുക്കന്മാരിൽ ആരെങ്കിലും കിട്ടുന്നു 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് ഒരു ഇത് വേണം, സ്കില്ല് വേണം. എന്തും പഠിച്ചിട്ട് കാര്യമില്ല. ഡോക്ടേഴ്സ് തന്നെ എത്ര പേരുണ്ട്, MBBS പഠിച്ചു MD എടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ, അത് വേണം. അതുണ്ടായിട്ടേ കാര്യം. നല്ല ലൈറ്റ് റോസ് റെഡ്. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടി അവസാനിച്ചു. മണത്തും
അതുകൊണ്ട് ഇത് ദൈവത്തെ ഓർത്ത് ഞാനും പറയുന്നതിനകത്ത് ആരും കുറ്റം വിചാരിക്കരുത്. നമ്മളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 10-20 എണ്ണം എടുത്ത് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് 2 എണ്ണം വേണം, 3 എണ്ണം വേണം, ആ 3 എണ്ണം അതുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അത് ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ 3 എണ്ണം മതി അങ്ങനെ പറയുന്നത്. 20 എണ്ണം അയച്ചോ, 20 എണ്ണം വേണമെങ്കിൽ ചിലർ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി, അതായത് റീസെല്ലിങ്ങിനുള്ളവർ അങ്ങനെ അയക്കുന്നുണ്ട്. അതിന് കുറ്റം ഞാൻ പറയില്ല, അതങ്ങനെ അയക്കരുതെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ചുമ്മാ ഒരെണ്ണം വാങ്ങിക്കാൻ 2 എണ്ണം വാങ്ങി. നിങ്ങൾക്ക് 2 എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 എണ്ണത്തിൻ്റെ ആദ്യം അയക്കി, എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത് അയക്കുക. അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ റിട്ടേൺ ഇല്ല, എന്ത് കാരണത്താലും റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. ഇത് മോശമായത് കൊണ്ടല്ല. 200 രൂപയുടെ സാധനത്തിന് വേണ്ടി ഇനി അങ്ങനെ ഒരു കേസിന് ഒരു സ്റ്റാഫിനെ മെനക്കെടുത്താൻ പോലും ഞാൻ തയ്യാറല്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.